ഉമ്മ നിങ്ങളെ താത്ത വിളിച്ചീനോ? ആ കുട്ടിയോ? ഇല്ല, കാക്ക പറഞ്ഞ താത്ത വരുന്നുണ്ട്. കൊറേ ദിവസമായി ഒറ്റക്ക് ഇത് ബോറടിച്ചിരിക്കുന്നു. താത്ത വന്നത് നല്ല രസമായിരിക്കും. വരുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമായോ താത്ത വരാറ്. അതിൻ്റെ ഒരു കാര്യം. നമുക്കൊന്ന് പുറത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചാലോ? കൊറേ ആയില്ല നമ്മളും പോയിട്ട്. താത്താനെയും കൂട്ടി പോക്കും സന്തോഷാവും. നമുക്ക് പുറത്തുനിന്ന് ചോറുന്നാം. താത്താനെയും കൂട്ടി പോക്കും സന്തോഷാവും. ഓളെ അളിയനെ അങ്ങനെ കൊണ്ടുപോകലൊന്നുമില്ലല്ലോ. അതന്നെ ഉമ്മ, നമുക്കൊന്ന് പുറത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടേ പറ്റിയ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരാം. സിനിമക്കോ? ഞാനൊന്നുമില്ല ഈ വയസ്സാം കാലത്ത്. ഇഷ്ടമാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾക്ക് പത്ര വയസ്സൊന്നും അയക്കില്ലല്ലോ. നമുക്ക് പോയി കണ്ടിട്ട് വരാന്നേ. ഞാൻ പോയി ഒരുങ്ങട്ടെ. താത്ത വരുമ്പത്തേക്ക് പണിയൊക്കെ തീർത്തിട്ട് അയ്യോ പോയിട്ട് ഒരുങ്ങിപ്പോളി. ഓള് വന്നിട്ട് നമുക്ക് മാറ്റിയിട്ട് രാത്രി പോവാം. എന്നാ ശരി. ഉമ്മ, താത്ത വന്നു. ഞാൻ വന്നു. എന്താ വരണ്ടേനോ? ഞങ്ങൾ കാത്തിക്കേ. എത്ര നേരെ കാത്തു. നേരെ വയ്യേ? ഞാൻ ബസ്സിലാ വന്നേ. ബസ്സിലാ വന്നേ. ഞാൻ നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ടേക്ക് വരിക. നീ എന്തെന്നെ കളിയാക്കുക? എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഞാൻ കളിയാക്കിയതല്ല. ഞാൻ വെറുതെ വരുന്ന ഇഷ്ടം പറഞ്ഞാ മതി. അതങ്ങനെ വെറുതെ ഓരോരോ വർത്തമാനങ്ങൾ പറയാൻ. ഞങ്ങൾ പോയിട്ട് ഉമ്മാനെ കണ്ടിട്ട് വരും. എൻ്റെ അമ്മക്ക് ചായ കുടിച്ചിട്ട് ഇന്ന് രാത്രിക്കത്തെ ഫുഡ് പുറത്തുനിന്നാ. എനിക്കിപ്പോ എനിക്ക് ഉണ്ടാക്കി തരാനും വയ്യേക്കില്ലേ? അതേക്കല്ലേ പുറത്തുനിന്നൊക്കെ അങ്ങനെ ഭക്ഷണം വയ്ക്കാൻ പോവാ പറയണേ. ഞാൻ എന്തായാലും പോയി മാറ്റിയിട്ടിട്ട് വരെ. നമുക്ക് എന്തായാലും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും. തീ പറഞ്ഞാണോ അതോ പറഞ്ഞിപ്പിച്ചതാണോ? ഞാൻ എന്തായാലും ഉമ്മാനെ പോയി കണ്ടിട്ട് വരാം. ഉമ്മ, ഞാൻ വന്നോ? എന്റെ കാലം പോയി പറഞ്ഞിട്ട് അത് പോയിട്ടേ ഉള്ളൂ. നീ ഇവിടെ വന്നി. ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ തേങ്ങ മുറിച്ച് കുത്തിയിരുന്നോളൂ ഇവിടെ കൊപ്പറട്ടിന്ന്. അപ്പൊ അതില് നല്ലൊരു കൊപ്പറട്ടി എപ്പം ഇങ്ങനെ ഇരുന്ന് തിന്നാച്ച്. പിന്നെന്താ അതാ നിങ്ങൾക്കിപ്പോ ഇവിടെ ആർക്കൊന്നും അറിയണ്ടല്ലോ. ഞാൻ കേറി വന്നപ്പോഴേ അവൾ എന്തൊക്കെ എന്നോട് പറഞ്ഞേന്നറിയോ നിങ്ങക്ക്? അവളെ മുഖം ഉണ്ടോ ഇത്രക്ക്. ഞാൻ വരുന്നതേ ഓക്കെ ഇഷ്ടമല്ല. കണ്ടൂടെ തന്നെ. നിങ്ങളിങ്ങനെ ഓളെ തലയിലും വെച്ച് നടന്നോളി. അല്ലേലും ഓൾ അങ്ങനെ തന്നെ ആണ്. ഒരുമാതിരി സ്വഭാവമാണ്. ഈ വരാറിഞ്ഞാലേ അതിന് ഭയങ്കര ദേഷ്യ. എന്തൊക്കെ എന്നോട് പറഞ്ഞേന്നറിയോ നിങ്ങക്ക്? നോക്കൊന്ന് ചിരിച്ചൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞൂടെ? എവിടെ എന്നെ കണ്ടപ്പോഴത്തേനും ഓളെ മുഖമൊക്കെ ഉണ്ട് ഇത്രയൊക്കെ കയറ്റി പിടിച്ചിട്ട് ഒരുമാതിരി വർത്ത. ഒരു ചായ വരെ വേണോള് ചോദിച്ചില്ല. നിക്കേ, ഞാൻ ഓളെ വിളിക്കട്ടെ. വിളിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ചോദിക്കാം. മോളെ ഒന്ന് ഇങ്ങോട്ട് വന്നാ. ചോദിച്ചോക്കോളോട്. അമ്മ പിന്നെ അന്നേക്കാ സാധനം ഇപ്പൊ ഒരേ ലോക്കാണ്. ഓളാണ് എന്റെ മോള്. എന്റെ മരോളല്ലേ? നീ എന്താ ഓളോട് പറഞ്ഞേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അന്റെ നിലക്ക് മലക്ക് നിന്നാതി കേട്ടോ. നിന്റെ മോളെ ഭരിക്കാൻ വരണ്ടേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലമ്മ. നിങ്ങളെന്തെന്നാ നല്ലോള് വലിയൊരാള് വന്നിക്കണവിടെ. ഇത് കയറി പോയിക്കാടുന്നേ. എന്നാ ആയിക്കോട്ടെ. മതിയോ? എത്ര മതി. അവളെ അഹങ്കാരം ഇങ്ങോട്ട് മാറിയതോടെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഓളെ എനിക്കും അറിയാം, എന്നെ ഓക്കും അറിയാം. അതുകൊണ്ട് ഇതൊന്നും ഓളെടുത്ത് വേവൂല. പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വേവൂല കേട്ടോ. ഈ വിചാരിച്ചോളത്തെ അമ്മായിയമ്മ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഈ വരാറിഞ്ഞപ്പോഴേ ആ കുട്ടികളുടെ സന്തോഷം കാണണേന്. താത്ത വരുമ്പോ അവിടെ പോണം ഇവിടെ പോണം സിനിമക്കൊക്കെ പോണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആ കുട്ടി. ചോറ് പുറത്തുനിന്ന് കഴിക്കാം. അളിയനോളെ പുറത്തൊന്നും തരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മോളെ വേണ്ടല്ലോ, മരക്കളാ മതിയല്ലോ.
ഞാൻ വരെ ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ഓളായിരിക്കും ഇങ്ങനെ പറഞ്ഞു. വേറെ ചില അമ്മായിമ്മമാരുണ്ട്, ഈ മക്കൾ വന്ന് കുറ്റം പറയുമ്പോഴേ മരോളം കേട്ടിട്ട് ആട്ടിപ്പയക്കണം. ആ സ്വഭാവം എനിക്കില്ല കേട്ടോ. ഇനി മേലാൽ ഇമ്മാതിരി വർത്താനം കൊണ്ട് എന്റെ വരയൊക്കെ ിട്ടാലേ ഈ കെട്ടിച്ചോട് നിന്നാൽ മതി. അപ്പോൾ ഇടക്കിടക്ക് പോയി ഓടി പാഞ്ഞു നിന്ന് എന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കുതിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും. അങ്ങനത്തെ നല്ല സ്വഭാവമല്ല കേട്ടോ. ഓളോട് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റിക്കോ, നമുക്ക് പോയിട്ട് സിനിമക്കൊക്കെ പോയിട്ട് വരാം. വലിയ ആളാണ് പൊടിയാത്ത്. ആ എന്നാ ശരി. എടി പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അത് കുഴപ്പമില്ല കേട്ടോ. ഉമ്മ എന്തിനാ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് ഈ കുട്ടിത്തിരി സ്വഭാവമല്ലേ, അത് വേണ്ട കേട്ടോ. അല്ല ഈ വെറുതെ പറഞ്ഞ കേട്ടോ. നേരത്തെ ഞങ്ങളോട് നല്ലപോലെ ചോദിച്ചപ്പോ നിങ്ങൾ ഞാൻ കളിയാക്കിയതാ പറഞ്ഞില്ലേ. എന്നാലേ ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് കളിയാക്കിയതാ കേട്ടോ. കാര്യാക്കണ്ട. ഞങ്ങൾ വേഗം മാറ്റിയിട്ട് തരാം, നമുക്ക് പുറത്ത് നല്ല ഫുഡൊക്കെ വെച്ചിട്ട് തരാം. ബാ, എനിക്കാണെങ്കിൽ കുഴപ്പമില്ലാന്ന്, ഉമ്മാക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, പിന്നെ പറയും വാ, അങ്ങനെ മാറ്റിയിട്ട് തരാം, നമുക്ക് പുറത്ത് നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ചിട്ട് തരാം.